പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബിജു കാരക്കോണം. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നയാൾ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറാണ്, നാച്ചുറലിസ്റ്റാണ്, പിന്നെ ജീവിതത്തിൻ്റെ ഒരുപാട് തുറകളിലൂടെ കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററിയനാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അദ്ദേഹത്തിനോട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ബിജു കാരക്കോണം. സ്വാഗതം. നമസ്കാരം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ തന്നെ തുടങ്ങാൻ തോന്നുന്നു. ഓക്കെ. ഇപ്പോൾ കാരക്കോണം പോലെ ഒരു നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഇതിപ്പോൾ ഒരു മഴക്കാലം ആയതുകൊണ്ട്, മഴക്കാലം പൊതുവേ ഈ പക്ഷി ശലഭ നിരീക്ഷകർക്ക് സീസൺ അല്ലാത്തൊരു കാലമാണ് എന്നാണ് സാധാരണ പറയാറ്. അങ്ങനെയുണ്ടോ? എൻ്റെ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ യാത്രയിലേക്ക് തുടക്കം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നുള്ള കാഴ്ചകളിലൂടെയാണ്. ആ കാഴ്ചകളിലേക്ക് എത്തിച്ചേർന്നത് ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് വരുന്ന ചിത്രശലഭങ്ങളും പക്ഷികളും പല കാഴ്ചകളിലൂടെ. യഥാർത്ഥം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്ന ശലഭങ്ങൾ ഏതാണ്ട് 30ഓളം വെറൈറ്റി ചിത്രശലഭമാണ്. ഇപ്പോഴും ആ ചിത്രശലഭങ്ങൾ വരുന്നുണ്ട്. അതിൽ 2 ചിത്രശലഭം കൃത്യമായി മഴക്കാലത്ത് മാത്രം വരുന്നതാണ്. അപ്പോൾ അതിൽ സദേൺ ബേർഡ് വിങ് എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആയിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. പക്ഷേ ഇപ്പോൾ അതിന് 2ാം സ്ഥാനമായുള്ളൂ. പക്ഷേ കേരളത്തിൽ കാണുന്ന ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആണ് ഈ സദേൺ ബേർഡ് വിങ്. കൃഷ്ണശലഭം, സദേൺ ബേർഡ് വിങ്, 2 ചിത്രശലഭങ്ങൾ. ഈ 2ഉം കൃത്യമായിട്ട് മഴക്കാലത്താണ് വരുന്നത്. മഴക്കാലത്ത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പോകുന്നവരും വളരെ രസകരമാണ്. പക്ഷെ അല്പം റിസ്ക് ആണെങ്കിൽ തന്നെയും വയനാട്, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പം നമുക്ക് ആ കാണുന്ന കാഴ്ചകൾ, മലകളിലെല്ലാം കൂടി ഒഴുകി വരുന്ന ഈ വെള്ളച്ചാട്ടങ്ങൾ ഭയങ്കര രസമാണ്. ആ ഒരു ഓവർകാസ്റ്റ് സ്കൈയും മൊത്തം ഒരു ആർദ്രതയും കോടമഞ്ഞും ഒക്കെയുള്ളൊരു അവസ്ഥയും, അതിനിടയിൽ നമുക്ക് സൈറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുമല്ലേ? ഇത് സീസൺ അല്ലാന്ന് പറയുന്നത്. സൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഒരു ഫീല് വേറെ. മഴക്കാലത്ത് വെള്ളച്ചാട്ടം വളരെ അപകടകരമാണ്. വെള്ളച്ചാട്ടങ്ങളിൽ കാണാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് രസകരമായ അനുഭവങ്ങൾ കിട്ടും. എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ബോണക്കാടിനടുത്ത് വാഴ്വാന്തോൾ എന്നൊരു വാട്ടർഫോൾ ഉണ്ട്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി കിട്ടിയ ചിത്രങ്ങളിലൊന്ന് വാഴ്വാന്തോളിലുള്ള വാട്ടർഫോളാണ്. ഇത് ഓരോ സമയത്തും ഇതിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. ഈ പടത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലും ആ ഒരു ലൈറ്റിങ്ങിലും ഞാൻ അവിടെ 10 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പ്രകൃതി എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. അതെ, തീർച്ചയായിട്ടും. കുമിളി വണ്ടിപ്പെരിയാർ യാത്രയിൽ നിന്നാണ് ഇതൊക്കെ ഒരു ഗൗരവമായിട്ട് എടുത്താലോ എന്നൊരു ആലോചന വന്നതെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു. 3 ബൈക്കിലായിട്ട് ഞങ്ങൾ 5 പേര്. ഒരു ബൈക്കിൽ കംപ്ലീറ്റ് ഞങ്ങളുടെ ബാഗേജ് എല്ലാം വെച്ച് കെട്ടി തേക്കടിയിലാണ് ആദ്യം പോയത്. തേക്കടിയിൽ ഉള്ള സൈറ്റിംഗ് ഒക്കെ കണ്ടിട്ട് അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ അവിടെയും തിരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അവിടെ അടുത്തുള്ള ഒരു ആൾ പറഞ്ഞു, ഇവിടെ പ്രൈവറ്റ് സഫാരികളുണ്ട്, അദ്ദേഹത്തിനെ ചെന്ന് കാണാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് പോയപ്പം പുള്ളി ഉച്ചയ്ക്ക് 2 വീശിയൊക്കെ ഇരിക്കുന്ന ഒരു മൂഡിലാണ്. അദ്ദേഹത്തിന് കൂടെ വരാനുള്ള ഒരു മനസ്സില്ല. അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾക്ക് തിരുവനന്തപുരത്തല്ലേ തിരിച്ചു പോകേണ്ടത്, ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ഇവിടെ നിന്ന് വണ്ടിപ്പെരിയാർ മൂഴിയാർ വഴി ഒരു വഴിയുണ്ട്, കാട്ടിനകത്ത് വഴി വടശ്ശേരിക്കര വന്ന് കയറുന്ന ഒരു മനോഹരമായ വഴിയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വണ്ടി വിടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഫുൾ ഫോറസ്റ്റ് ആണ്. നിങ്ങൾ ഒന്ന് ചെക്ക് പോസ്റ്റിൽ സംസാരിച്ച് നോക്ക്, വിടാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമാണ്, നിങ്ങൾക്ക് മൃഗങ്ങളെയൊക്കെ വഴിയിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ ആ ഒരു താല്പര്യത്തിലെ മുൻനിർത്തിയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് പോയി. അവർ ആദ്യമേ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പുള്ളി നേരത്തെ പറഞ്ഞു, അവിടെ വണ്ടിപ്പെരിയാറിൽ ആരെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് അവരുടെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ ഇവിടെ വഴിയില്ല. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ മൂഴിയാറിൽ പോലീസ് സ്റ്റേഷനിലെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം വിളിച്ചിട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് പിന്നെ മൊബൈലോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വിളിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, ശരിയാ. ഞങ്ങളുടെ ആ ഒരു ഇന്നസെൻസ് കണ്ടപ്പോഴത്തേ അവര് വിട്ടു, ഞങ്ങൾ പോകാൻ പറഞ്ഞു. ആദ്യമേ ഞങ്ങൾ എല്ലാവരുടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹളം ഉണ്ടാക്കരുത്, ഹോൺ അടിക്കരുത്, മാക്സിമം പതുക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, മൃഗങ്ങളൊക്കെ കാണേണ്ടതാണ്. 2 വഴി നല്ല ഇടതൂർന്ന ഈറ്റക്കാട്, റോഡ് ഇല്ല. റോഡ് എന്നോ ഒരു അവിടെ ഉണ്ടാക്കിയ റോഡാണ്. ഉരുളൻ കല്ലുകളും മണലും എല്ലാം കൂടെ നിറഞ്ഞ ഒരു കാട്ടുവഴി. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം കംപ്ലീറ്റ് വഴിയിൽ ആനപ്പിണ്ടം മാത്രമേ ഉള്ളൂ, വേറൊന്നും കാണാനില്ല. ഫ്രണ്ടിലിരുന്ന് വണ്ടി ഓട്ടിക്കുന്നവൻ്റെ ഹൃദയമെടുപ്പ് ബാക്കിയിരിക്കുന്ന വണ്ടിയിലിരിക്കുന്നവർ കേൾക്കാം. അത്രയ്ക്ക് ഒരു ഭീകരമായ ഒരു നിശബ്ദതയും. ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു യാത്ര.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ഥലത്തെത്തി. അപ്പം അവിടെ ഒരു ചെറിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഈ ആദിവാസികളൊക്കെ ഈ പൂജിക്കാൻ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ അവിടേക്ക് ഇറങ്ങി തൊഴുതൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് യാത്ര തുടങ്ങുന്നത്. കുറേ ദൂരം പോയപ്പോഴത്തേക്കും വഴിയരിയിൽ ഒരു ചെറിയ കുടിലുകൾ കാണുന്നു. അപ്പോൾ അവിടെ ഒരാളിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇതിവിടെ പ്ലാന്റേഷൻ നടക്കുകയാണ്. ഈ പ്ലാന്റേഷനിലേക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്ന ആൾക്കാരുടെ അത് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, മൃഗങ്ങളൊക്കെ ഉണ്ടോ, കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചതുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ പുലിയുടെ ആക്രമണമാണ് ഏറ്റവും കൂടുതൽ. കടുവ ഉണ്ട്, കാട്ടിലുണ്ട്. ഞങ്ങളെ കൂടെയൊക്കെ പട്ടികളുണ്ട്. പട്ടിയുടെ മണം അടിച്ചു കഴിഞ്ഞാൽ പുലി വന്ന് പൊക്കിക്കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഈ ഇവിടെ നിന്ന് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു പട്ടിയെ കൊണ്ടുപോയതേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ കൺമുമ്പിൽ നിന്നാണ് കൊണ്ടുപോയത്. ഞങ്ങളതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഒരു പേടി കൂടി. കുറേ ദൂരം കൂടി പിന്നെയും പോയപ്പോഴത്തേക്കുണ്ട് വഴിയിൽ നിറയെ ഫ്രഷ് ആനപ്പിണ്ടം, മൂത്രവും അടക്കമുള്ള ഫ്രഷ് ആനപ്പിണ്ടം കിടക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത് ഇതേപോലെ വേറൊരു കുടിലുകളും ഇങ്ങനെ അവിടെയും ഒരാളെ ഉള്ളൂ. കാരണം ബാക്കിയുള്ളവരെല്ലാം ജോലിക്ക് പോകുമ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കാനും കാവലിനും വേണ്ടിയാണ് ഒരാളെ നിയോഗിച്ചിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇവിടെ ആനയൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 2 മിനിറ്റിന് മുമ്പേ കുറേ ബഹളം കേട്ടതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ തൊട്ടപ്പുറം ഞങ്ങൾ ആനപ്പിണ്ടം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് കാണണോ, ആനയെ കാണണോ എന്ന് പറഞ്ഞു. ശരി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും വിളിച്ചുകൊണ്ട് അപ്പോൾ അതൊക്കെ അദ്ദേഹം ചെറിയ വഴികളുണ്ട് അവിടെ കൂടി വഴി കൂടി ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് ഞങ്ങളടുത്ത് പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. ആനയുണ്ട്, നിൽക്കാൻ പറഞ്ഞു. അവർക്ക് അതിൻ്റെ മണവും അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് മാറി നിന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ മരങ്ങളുടെ കൂട്ടത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് ആനകളുടെയൊക്കെ മുതുകൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ആശാന്മാരിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഈ കണ്ട ആനക്കൂട്ടം. പിന്നെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഏതാണ്ട് 70 കിലോമീറ്ററാണ് വടശ്ശേരിയിൽ വന്ന് എത്തുന്നത് ദൂരം. അതിൻ്റെ 90% നിബിഡമായ വനമാണ്. മൊഴിയാറ് വഴിയാണ് പോകുന്നത്. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. പല പാമ്പുകളെയും ചെറിയ മൃഗങ്ങളെയൊക്കെ കണ്ടു. ഇടയ്ക്കൊക്കെ ചെറിയ ആനകളെയൊക്കെ കണ്ടായിരുന്നു. വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്രയായിരുന്നു ഇത്. എത്രയും യാത്ര കഴിഞ്ഞ് നമ്മൾ ഏതാണ്ട് പത്തനംതിട്ട എത്തിയപ്പോഴത്തേക്ക് ഒരു വണ്ടിയുടെ ടയർ പഞ്ചറായി. പ്രകൃതി ഞങ്ങളെ ചതിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും ദൂരത്തിനകത്ത് വെച്ച് വല്ലയിടത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ യാത്രയിൽ ഏതാണ്ട് 3/4%, അതായത് ഏതെങ്കിലും സെറ്റിൽമെന്റ് പോലെ എത്തുന്നതിന് മുമ്പേ ഉള്ള 3/4% യാത്രയിലും ഒരേ ഒരു ട്രക്കർ മാത്രമാണ് ഞങ്ങൾ ഓപ്പോസിറ്റായിട്ട് വരുന്നതുണ്ട്. ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഒരു വണ്ടിയും ഫ്രണ്ടിലോട്ട് വന്നിട്ടില്ല. ഒരു ട്രക്കർ മാത്രമാണ് ഓപ്പോസിറ്റ് വരുന്നതുണ്ട്. ആ വണ്ടി ഇങ്ങനെ പോകുന്നതുണ്ട്. ഞങ്ങൾ അവരോട് സംസാരിച്ച് പോകുന്നതുണ്ട്. എന്നിട്ട് കുറച്ചു ദൂരം പോയപ്പോഴത്തേക്ക് 2 പേര് ഓടി വരുന്നത്. അപ്പോൾ ഞങ്ങളെ ചോദിച്ചു എന്ത് ഓടണമെന്ന് ചോദിച്ചു. അപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പോൾ അത് ആ ഉണ്ടായിരുന്ന വണ്ടി പോയി, ഇനി ഞങ്ങൾ സ്പീഡിൽ പോയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പേ ഇരുട്ടും, മൃഗങ്ങളൊക്കെ ഒരുപാട് ആക്രമണവും എല്ലാം പാസിങ് ഉള്ളതാണ്, അതുകൊണ്ടാണ് ഓടി പോകുന്നതെന്ന് പറഞ്ഞു. അതാണ് ആദ്യത്തെ ഒരു ഈ കാട്ടിനകത്തുകൂടിയുള്ള നമ്മുടെ ഒരു ഒറ്റയ്ക്കുള്ള യാത്രയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ആ യാത്രയിലേക്ക് മുമ്പേ ചെറുതായിട്ടൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു തോന്നുന്നു അല്ലേ? ഞാൻ യാത്ര തുടങ്ങുന്ന കാലം മുതലേ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്ത് ദേവി പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു കാരക്കോണത്ത് പുള്ളിയുടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ആദ്യം ഒരു റോൾ ഫിലിമുമായിട്ടാണ് പോകുന്നത്. ഫിലിം കൊണ്ട് പുള്ളിയെ കൊടുത്തിട്ട് എൻ്റെ ഫോട്ടോ പുള്ളിയെ കൊണ്ട് എടുപ്പിക്കുകയാണ് എൻ്റെ ആദ്യത്തെ ഒരു പരിപാടി. അങ്ങനെ എടുത്ത് പിന്നെ ഞാൻ അവിടെയുള്ള ബാക്കിയുള്ള റോളിലിരിക്കുന്ന പടങ്ങളുണ്ട്, അവിടുത്തെ പൂക്കളെയും അല്ലെങ്കിൽ ചെടികളുടെയൊക്കെ പടം എടുത്താണ് എൻ്റെ തുടങ്ങുന്നത്. അങ്ങനെ യാത്രകൾ തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്നെ ഒരു ഓട്ടോ ഫോക്കസ് മിനോൾട്ട ക്യാമറ ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ക്യാമറ വാങ്ങുന്നത്. എവിടെ യാത്ര പോയാലും ഞാൻ 4-5 റോൾ ഫിലിം ഞങ്ങൾ തീർക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഫോട്ടോ എടുക്കുന്നു, പ്രിന്റ് അടിക്കുന്നു. പിന്നെ ഞാനത് കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ യാത്രകൾ തന്നെ നമ്മുടെ ഒരു ഉപജീവന മാർഗമായി മാറാം എന്നുള്ളൊരു തോന്നൽ വന്നു. ഈ ഫോട്ടോഗ്രാഫി തന്നെ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാഷനും പ്രൊഫഷനും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും. പ്രൊഫഷനിൽ ഒരു പാഷൻ വന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു സക്സസ് കൂടുതലുണ്ടാവും. അങ്ങനെയാണ് ഈ പാഷനെ പ്രൊഫഷനാക്കി മാറ്റിയത്. എന്തായാലും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം. നമുക്കൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഏത് പാട്ടായിരിക്കും ആദ്യം പറയുക? നമുക്ക് ആദ്യമായിട്ട് ഒരു പാട്ട്, അതിൻ്റെ ആദരം ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പരിചയപ്പെട്ടത് നേരിട്ട് പരിചയപ്പെട്ടത്. ശ്രീമാരൻ നമ്പി സാറിനെ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പേ നേരിട്ട് കാണാനോ അദ്ദേഹം 1 മണിക്കൂറോളം സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത യാത്രയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു. ഞാൻ ഈ പാട്ടിനെ പറ്റി കേട്ടിരുന്നു, മലർക്കോടി പോലെ എന്നുള്ള ആ പാട്ടിനെ പറ്റി അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അന്ന് സലി ചൗധരി സാർ ചെയ്ത ഒരു പണിയാണ്. അദ്ദേഹം ആ കാലത്ത് പുതിയതായിട്ട് ഈ ഫീൽഡിൽ വന്നാലും സിനിമയിൽ
എഴുതിയിട്ടുണ്ടെങ്കിലും പക്ഷെ അവരൊരുമിച്ച് വന്നിട്ടില്ല. അദ്ദേഹത്തോട്ട് വലിയ പരിചയമില്ലായിരുന്നു. അങ്ങനെ പുള്ളിയെ ഒന്ന് പരീക്ഷിക്കാൻ കൊടുത്ത പാട്ടായിരുന്നു. പക്ഷെ മനോഹരമായ ഒരു പാട്ട്. അത് അദ്ദേഹം ആ പരീക്ഷണം നടത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടമായി പോയത്. ആദ്യം ആ പാട്ട് കേൾക്കാം. ഇത്രയും ഗംഭീരമായ ഒരു പാട്ട് നമ്മൾ മിസ്സായേനെ. തീർച്ചയായും നമുക്ക് എസ് ജാനകി പാടിയ വേർഷൻ കേൾക്കാം. നമ്മൾ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാൻ ഒരു നിമിത്തമായ ഒരു ഗംഭീര യാത്രയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷവും താങ്കൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും 2007 നടത്തിയ കാശ്മീർ യാത്ര എന്നും ഓർമ്മിക്കത്തക്ക ഒന്നാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞും കാശ്മീർ യാത്ര നടത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളുമായി ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിളിൽ നടത്തിയ ഒരു യാത്രയുണ്ട്. അപ്പോൾ ആ യാത്രകളെക്കുറിച്ച്, കാശ്മീരിലേക്ക് നടത്തിയ യാത്രകളെക്കുറിച്ച് ഒന്ന് പറയാമോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാശ്മീർ പോകുന്നത് 2007 അത് എൻ്റെ ഒരു സുഹൃത്ത് വിനീഷ് എന്ന് പറയുന്നത് ഇപ്പം കാനഡയിലാണ്. കാശ്മീരിലുള്ള ഡൽഹി പബ്ലിക് സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ച് സംഘം എന്നൊരു സ്ഥലത്ത് തുടങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്ന് ഒരു 13ഓളം അധ്യാപകരെ റിക്രൂട്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി. ഒരു വർഷം കഴിഞ്ഞ് അവധിക്ക് വന്നപ്പോഴത്തേക്ക് എന്നെ കൂടി വിളിച്ചായിരുന്നു. പക്ഷേ യാത്രയിൽ പകുതി ദൂരം എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സഹോദരൻ മരിച്ചതായിട്ട് അറിയിപ്പ് വന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വരേണ്ടി വന്നു. വേറെ എന്തെങ്കിലും അധ്യാപകരുണ്ടായിരുന്നു. ഞങ്ങളും പിന്നെ നേരെ കാശ്മീരിലോട്ട് പോയി. അന്ന് ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴത്തേക്കാണ് അവിടെ കാശ്മീരിൻ്റെ പല അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് 95 വരെ ടെററിസ്റ്റിൻ്റെ കീഴിലായിരുന്നു ഈ ഭാഗമല്ല. അനന്ത്നാഗ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞങ്ങൾ പോകുന്ന കാലഘട്ടത്തിൽ അവിടെ 6 മണി മുതൽ രാത്രി 6 മണി വരെ റോഡിൽ കംപ്ലീറ്റ് മിലിറ്ററിയുടെ കാവല. ആ കാലഘട്ടത്തിൽ ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് കടക്കാൻ ആകെ ഒരേ ഒരു ടണലേ ഉള്ളൂ, ജവഹർ ടണൽ. ആ ടണൽ വൈകുന്നേരം 6 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഈ കാശ്മീരിലെ വാലിയും. കാശ്മീരിലുള്ള കടകളും എല്ലാം 6 മണിയാകുമ്പം ക്ലോസ് ആവും. പിന്നെ ഒരു വാഹനവും ഉണ്ടാവില്ല. വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷമാണ്. ഞങ്ങൾ ആ സമയത്ത് അവിടെ താമസിച്ചിരുന്ന സമയത്ത് പെഹൽഗാം ഒരു ദിവസം പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗുൽമാർഗ് പോകണമെന്ന് വിചാരിച്ച ഒരു സമയമാണ്. അപ്പം ഞങ്ങൾ ആ ഏരിയയിൽ നിന്ന് വരുന്നവരോട് ചോദിച്ചു, അവിടെ മഞ്ഞൊക്കെ തീർന്നു, നിങ്ങൾ വെറുതെ ഇന്ന് അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പം അന്ന് അതുകൊണ്ട് ഞങ്ങൾ പോകാതെ വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരുന്ന സമയത്ത് രാത്രി ഇരുന്നപ്പോഴത്തേക്കുണ്ട് നാട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു, അവിടെ എന്ത് ബോംബ് സ്ഫോടനം നടന്നെന്ന് പറഞ്ഞ വാർത്ത. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ വേറെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വാർത്തകളൊന്നും കേട്ടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഗുൽമാർഗിൽ പോകാൻ വേണ്ടി ആ ശ്രീനഗർ ബസ് സ്റ്റാൻഡ് അവിടെ നിന്നാണ് പോകുന്നത്. ഈ ബസ് സ്റ്റാൻഡിലായിരുന്നു അന്ന് ബോംബ് സ്ഫോടനം നടന്നത്. ഈ 2007 എൻ്റെ ഓർമ്മകൾ വന്നത് 2020 കൊറോണ സമയത്ത് വെറുതെ വീട്ടിലിരുന്ന സമയത്താണ്. അന്നൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി എന്നെ ഒരാൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് തന്ന് എഴുതിയപ്പോഴത്തേക്ക് ഈ കാശ്മീർ യാത്രയെ പറ്റി പറയുകയും, അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ് കാശ്മീർ യാത്രയെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് എഴുതാൻ. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 13 വർഷത്തിന് ശേഷം ഞാൻ പഴയ യാത്രകളെ പറ്റി ഓർമ്മിച്ചെടുത്ത് അതൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. എനിക്ക് അതിനുശേഷം യഥാർത്ഥത്തിൽ പോകാൻ പറ്റിയിട്ടില്ല, കാശ്മീർ പോകാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഞാനിത് എഴുതി ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു വിളി വരുന്നത്, കാശ്മീർ ഒരു യാത്ര ഞങ്ങളുടെ സുഹൃത്ത് ഒരു ടീം പോകുന്നുണ്ട്, വരുന്നുണ്ടോ ചോദിച്ചു. അങ്ങനെ രണ്ടാമത് പോകുന്നത് 2021 എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു യാത്ര പോകുന്നത്. അപ്പോൾ അവിടെ പരിചയപ്പെട്ട ഒരു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു രാജാന്തിനി എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവിടെ കാശ്മീരിലുണ്ടായിരുന്നു. കാശ്മീരിൽ ഞങ്ങൾ പോയി 3-4 ദിവസം ഈ ടൂർ പാക്കേജുമായിട്ട് ഞങ്ങൾ കറങ്ങിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ പരിചയത്തിലുള്ള ഒരു കാശ്മീരി ലഡാക്കിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു വണ്ടി തന്നു. ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ്. ഈ വണ്ടി വാങ്ങാൻ പോകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ തന്നെ അവരുമായിട്ട് നേരിട്ട് കാണുന്നത്. ഓട്ടോമാറ്റിക് ഗിയർ വണ്ടിയാണ്. വണ്ടിക്ക് ചെറിയ എന്തോ പ്രശ്നങ്ങളുണ്ട്, മിസ്സിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് 4 പേരായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ലഡാക്കിലോട്ട് പോയി. പല സ്ഥലങ്ങളിലും ഞങ്ങൾ നിർത്തി ഓരോ ഫോട്ടോസ് എടുത്തെടുത്ത് ഞങ്ങൾ ആദ്യം കാർഗിലിൽ തങ്ങി. കാർഗിൽ ഞങ്ങളെ സുഹൃത്തുക്കൾ, എൻ്റെ ഒരു ഫ്രണ്ട് കേണലുണ്ട്, അദ്ദേഹത്തിന് വിളിച്ച് അവിടെ അറേഞ്ച് ചെയ്തായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഇത് തങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ ലഡാക്കിൽ പോകും. ലഡാക്കിൽ ഒരു സുഹൃത്തിനെ പുള്ളി ഏർപ്പാട് ചെയ്തിരുന്നു ഞങ്ങൾക്ക് അവിടെയൊക്കെ കാണാൻ വേണ്ടി. അദ്ദേഹമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ മുകളിലോട്ടുള്ള ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ മുകളിലോട്ട് പോയി സത്യമായപ്പം വണ്ടി പോകുന്നില്ല. അപ്പോൾ വണ്ടിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ലേയിലുള്ള അവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്, അവിടെ കൊണ്ട് കാണിച്ച്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഈ വണ്ടിയും കൊണ്ട് എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്? അവർക്ക് തന്നെ അത്ഭുതമായി പോയി, ഇതെങ്ങനെ ഇവിടം വരെ എത്തി. അപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾ ഇതും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചു വരാമെന്ന് വെച്ചു. വണ്ടി എന്തായാലും പെട്ടെന്ന് കൊണ്ട് അവർക്ക് ഏൽപ്പിക്കണം, തിരിച്ചു വരാമെന്ന് വെച്ചു. തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ അവിടെയും തിരിച്ചു. കാർഗിലെത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. അവിടെ തങ്ങണ്ട, നേരെ പോകാൻ വന്നപ്പോഴത്തേക്ക് ചെക്ക് പോസ്റ്റിൽ അവർ തടഞ്ഞിട്ടു. രാത്രി യാത്ര പറ്റില്ല, വാഹനമൊന്നും വിടില്ല. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് പതുക്കെ പോകാൻ വേണ്ടിയാണ്, ഞങ്ങൾ ഒരു രക്ഷയില്ല, വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ തന്നെ കിടന്നു. രാത്രി 11 മണി മുതൽ രാവിലെ ഒരു 5 മണി വരെ. 6 മണിക്ക് വിടുകയുള്ളൂ. 5 മണിയായപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ കാര്യം കണ്ടപ്പോഴത്തേക്ക് 5 മണിയായപ്പം പോകാൻ പറഞ്ഞു.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ പതുക്കെ യാത്ര തുടങ്ങി. അവിടെ നിന്ന് യാത്ര തുടങ്ങി കുറേ ദൂരം വരും. കാർഗിൽ എത്തണതിന് മുമ്പ് തന്നെ 2-3 സ്ഥലത്ത് വെച്ച് വണ്ടി നിൽക്കും. ഞങ്ങൾ ഇറങ്ങും, തള്ളും, കുറച്ച് തള്ളി ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്ക് അത് പതുക്കെ മൂവായി തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ദൂരം ഒരു ഇറക്കം സ്ഥലം വരണ പുള്ളി ഓടിച്ചു പോകും. പിന്നെ ഞങ്ങൾ നടക്കും. രാത്രി നല്ല കൊടും തണുപ്പ്, മിനിമം 1 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണ്. ആ അനുഭവം മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഇപ്പം ആലോചിക്കാൻ ഭയങ്കര രസം തോന്നുമെങ്കിലും ആ ഒരു രാത്രി 2 മണിക്കും 1 മണിക്കും ഒക്കെ ഇറങ്ങി തള്ളുന്നതും ഒരു ചലച്ചിത്രത്തിൽ നിന്ന പോലെ നമ്മുടെ ശ്രോതാക്കളും ഇതൊക്കെ മനസ്സിൽ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടാലോ? ഏത് പാട്ടായിരിക്കും? നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ 2 ലെജൻസുകൾ, SP ബാലസുബ്രഹ്മണ്യം, നമ്മുടെ യേശുദാസ്. SP ബാലസുബ്രഹ്മണ്യം കുറെ ചിത്രങ്ങളിൽ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. SP സംഗീത സംവിധാനം ചെയ്ത് യേശുദാസ് പാടിയ ഒരു ഗാനം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു അപൂർവമായ ഒരു അനുഭവമായിരുന്നു. അകരം ഇപ്പോൾ ശിഖരം മാച്ച്, തകരം ഇപ്പോൾ തങ്കം മാച്ച്. എന്റെ ഒരു ഫേവറേറ്റുകളിൽ ഒന്നാണ് അതൊരു ചിത്രം. വൈരമുത്തുവിന്റെ വരികളാണ് താങ്കൾ പറഞ്ഞ പോലെ SPB സംഗീതം നൽകി യേശുദാസ് പാടിയ ഇങ്ങനെ ലെജൻസിന്റെ സംഘമായിട്ടുള്ള പാട്ടാണ്. നമുക്ക് കേൾക്കാം. ഇനി ഫോട്ടോസിലോട്ട് നമുക്ക് വരാൻ തോന്നുന്നു. ഈ ഫോട്ടോസിലോട്ട് വരുമ്പോഴത്തേക്ക് താങ്കൾ മിക്കവാറും എല്ലാ ഫോട്ടോകൾക്കും ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. എന്ന് മാത്രമല്ല, താങ്കൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരേ ചിത്രം 2 പ്രാവശ്യം എടുക്കാറുണ്ട്, ഒന്ന് എൻ്റെ ഹൃദയം കൊണ്ടും പിന്നെ ക്യാമറയിലും എന്ന് താങ്കൾ പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ക്യാപ്ഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറെ ഒരു കോട്ടുമായിട്ട് ചിത്രങ്ങളെ ബന്ധിപ്പിക്കുന്നത്, ആ ഒരു ശീലം എങ്ങനെയാണ്? ആദ്യകാലങ്ങളിൽ ഞാൻ ഓരോ ചിത്രങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ സമയത്ത് ആ ചിത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വരികൾ ഞാൻ ഒന്നുകിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് ആരുടെയെങ്കിലും ഒക്കെ എടുത്തിടുമായിരുന്നു. പിന്നീട് വന്നപ്പോഴത്തേക്ക് ചില ചിത്രങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ തന്നെ എന്തെങ്കിലും വരികൾ തോന്നും, അതിങ്ങനെ കുറിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നതിൽ എൻ്റെ ഒരു വരി, ഐ ടേക്ക് സെയിം പിക്ചർ ട്വൈസ്, ഫസ്റ്റ് വിത്ത് മൈ ഹാർട്ട് ദെൻ ക്യാമറ. ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. അത് ഓർമ്മിപ്പിച്ചത് എൻ്റെ ഒരു എക്സിബിഷൻ നടന്ന സമയത്ത് നമ്മളൊരു സുഹൃത്ത് തന്നെയാണ്, അദ്ദേഹം എഴുതിയ ഒരു വരിയാണ്. കാണാൻ ആഗ്രഹമുള്ളവരുടെ മനസ്സിൽ മാത്രമേ നല്ല ചിത്രങ്ങൾ പതിയൂ. ഇതൊരു 100 ഫോട്ടോഗ്രാഫേഴ്സ് ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ 100 പേർക്കും കിട്ടുന്നത് 100 തരം ചിത്രങ്ങളായിരിക്കും. അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. എൻ്റെ കാഴ്ചപ്പാടുകൾ അതാണെങ്കിൽ ഞാൻ എഴുതും, മറ്റുള്ളവരുടെ ആണെങ്കിൽ ഞാൻ ആരുടെയാണെന്ന് കോട്ട് ചെയ്യാറുണ്ട്. അത് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ വിളിച്ചിട്ട്, നിന്റെ ഒരു കോട്ട് ഞാനിങ്ങനെ ഒരു സൈറ്റിൽ കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു എൻ്റെ കോട്ട് വേറെ സൈറ്റിലോ. പുള്ളി എനിക്ക് ലിങ്ക് അയച്ചു തന്നു. അതൊരു ഗുഡ് റീഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർനാഷണൽ സൈറ്റാണ്. അപ്പം അതിനുശേഷം ഞാനിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. വർഷങ്ങളായിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനൊരു 7-8 വർഷമായിട്ട് എൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. എൻ്റെ കോഴ്സ് ഏതാണ്ട് 3000-ഓളം വെബ്സൈറ്റുകളിൽ, ഇപ്പോൾ നമുക്ക് അറിയാമെന്നുള്ള കണ്ടിട്ടുള്ള വെബ്സൈറ്റുകളിൽ ഞാൻ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമുക്കതൊരു ഒരു പോലെയാണ്. കാരണം അത് നമ്മുടെ ചില ചിന്തകൾ മറ്റുള്ളവർ അവരുടെ കാഴ്ചയിലൂടെ ആ ഒരു ചിന്ത വരുമ്പോഴാണ് അവരത് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോകളിൽ ഒന്നാണ്, നേരത്തെ ഞാൻ ബട്ടർഫ്ലൈയെ പറ്റി വരുന്ന സംഭവമുണ്ട്. അതിലൊരു എൻ്റെ കോട്ട്, ഐ വാണ്ട് ടു ഫ്ലൈ ലൈക്ക് എ ബട്ടർഫ്ലൈ അറൗണ്ട് ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് ടിൽ ദ ലാസ്റ്റ് ഫ്രെയിം ഓഫ് മൈ ലൈഫ് ടിൽ ദ ലാസ്റ്റ് ക്ലിക്ക് ഓഫ് മൈ ഹാർട്ട്. അവസാന ക്ലിക്ക് വരെ, അവസാന ശ്വാസം വരെ ഒരു ശലഭമായി പറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആണെങ്കിൽ ഞാൻ ഒറ്റയടി ഞാനെങ്കിൽ വിവർത്തനം ചെയ്താണ്, അത് എത്രമാത്രം ട്രാൻസ്ലേറ്റർ ആയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ താങ്കളുടെ മറ്റൊരു കാര്യം, സൺസെറ്റ് പിക്ചേഴ്സ് ഒരുപാട് എടുക്കുന്നു, വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ. ഈ ഒരു ക്ലിക്കിന് വേണ്ടി എത്ര നേരം കാത്തിരുന്നിട്ടുണ്ടാവാം എന്ന് പലപ്പോഴും ഞാൻ ആ പടങ്ങൾ കാണുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ആ കാത്തിരിപ്പിനെ കുറിച്ച്, സൺസെറ്റ് പിക്ചേഴ്സിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പ്രധാനപ്പെട്ട സമയങ്ങൾ ഡാൻസ് ആൻഡ് ഡസ്ക്, ഫോട്ടോഗ്രാഫിയുടെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ. സുഹൃത്തുക്കളായിട്ട് യാത്ര പോകുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗി കാണുമ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് പറയും. അപ്പുറത്ത് നിർത്തിയല്ലോ, ഇനിയിപ്പോൾ ഇവിടെ നിർത്താം, നമുക്ക് ഇനി തിരിച്ചു വരുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ അത് തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായി. ഒരു കാഴ്ച അപ്പം കാണുന്നതേ ഉള്ളൂ, ആ കാഴ്ച പിന്നെ തിരിച്ചു കിട്ടില്ല. ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. അത് ക്ലിക്കായി കഴിഞ്ഞാൽ, അത് ഫ്രീസ് ആയി കഴിഞ്ഞാൽ അത് ചരിത്രമായി മാറി, പിന്നെ അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് വളരെ മനോഹരമായ പലരും എടുക്കുന്ന ചിത്രം കാണുമ്പോഴത്തേക്ക് എനിക്ക് അസൂയ തോന്നാറില്ല. എനിക്ക് അതുപോലത്തെ ചിത്രം എടുക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി ഇതിനെക്കാട്ടി നല്ല ചിത്രം എടുക്കാൻ തോന്നാറില്ല. കാരണം ആ ചിത്രം എന്ന് പറയുന്നത് ആ ഫോട്ടോഗ്രാഫറിൻ്റെ ആ സമയത്ത് ആ നിമിഷത്തെ ഫ്രീസിങ് ആണ്. ഇതിൽ ഏറ്റവും മനോഹരമായ ഒരു ചിത്രകാരൻ എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. പണ്ടൊക്കെ ആൾക്കാർ പറയും തറയിൽ നോക്കി നടക്കണം, തറയിൽ നോക്കി നടക്കണം. ഞാൻ പറയും മാനത്ത് നോക്കി നടക്കണം, വല്ലപ്പോഴൊക്കെ മാനത്ത് നോക്കി നടക്കണം, എന്നാലേ ഈ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ എന്ന് പറയും. മാത്രമല്ല, താങ്കളുടെ സൺസെറ്റ് പിക്ചേഴ്സിനെ കുറിച്ച് താങ്കൾ പറയുന്നത് എവരി സൺസെറ്റ് ഗിവ്സ് മീ ഹോപ്പ് എന്ന് താങ്കൾ വളരെ ഉത്സാഹത്തോടു കൂടി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അതായത് ഒരു സൺസെറ്റ് എന്ന് പറയുന്നത് അതോടെ അവസാനിച്ചില്ല.
ചിന്തിച്ചില്ല. ഈ സൺസെറ്റ് എന്ന് പറയുന്നത് നാളത്തെ നല്ലൊരു പുലരിക്കുള്ള ഒരു മുന്നൊരുക്കം കൂടിയാണെന്നുള്ളതാണ്. അതെ അതെ. പൊതുവെ എല്ലാവരും ഡോണിനെ കുറിച്ചിട്ടാണ് ഹോപ്പ് എന്ന് പറയുക, ഡസ്കിനെ കുറിച്ച് ആണ് താങ്കൾ വളരെ എക്സൈറ്റഡ് ആവുന്നത്. തീർച്ചയായും ഞാൻ അത് തിരിച്ചാ കാണുന്നത്. നമുക്ക് അടുത്തൊരു പാട്ടിന്റെ സമയമായി. ഏത് പാട്ടായിരിക്കും പറയുക? നമ്മുടെ ജയകുമാർ സാറിന്റെ ആ ഒരു കവിത ഉണ്ടല്ലോ, സായന്തനം നിഴൽ വീശിയില്ല. ജോൺസൺ മാഷിന്റെ സംഗീതമാണ്, യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയിരിക്കുകയാണ്. നമുക്ക് കേൾക്കാം. ഫോട്ടോഗ്രാഫിയിലേക്ക് വന്ന കാര്യങ്ങൾ പറഞ്ഞു, ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു, എക്സിബിഷനുകളെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാമോ? ഫോട്ടോഗ്രാഫിയുടെ എക്സിബിഷൻസ് ഞാൻ തുടങ്ങാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കാലഘട്ടത്തിലും 10-20 വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷങ്ങൾക്ക് മുമ്പ് പോയ സ്ഥലങ്ങളിലൊക്കെ പിന്നീട് പല സമയത്ത് പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായ മാറ്റങ്ങൾ, മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ, പ്രകൃതിക്കുണ്ടായ ദുരന്തങ്ങൾ, അതെല്ലാം പലപ്പോഴും എൻ്റെ മനസ്സിൽ വളരെയധികം ഹർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന അധിവസിക്കുന്ന ഈ ഭൂമി നമുക്ക് കാത്തു സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതാണ്. അപ്പം പല തലമുറകൾ കൈമാറി കൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ സൂക്ഷിപ്പല്ല കൂടുതൽ നടക്കുന്നത്, അതിനെ നശിപ്പിക്കലാണ്. അതുകൊണ്ടാണ് ഈ കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് എൻ്റെ എക്സിബിഷൻസ് തുടങ്ങുന്നത്. ആദ്യമൊക്കെ എക്സിബിഷൻ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഇൻഡിവിജ്വലായിട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ 89 ഫോട്ടോഗ്രാഫി എക്സിബിഷൻ, നാച്ചുറൽ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ യാത്രകളിലൂടെ ഞാൻ കണ്ട കാഴ്ചകൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പം അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പം ഞാൻ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് കാത്ത് സംരക്ഷിച്ച് അടുത്തൊരു തലമുറയ്ക്ക് കൈമാറാം എന്നുള്ളൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സിബിഷൻസ് നടത്തുന്നത്. പ്രകൃതിയാണ് ഒരു ലഹരി. പ്രകൃതി എന്ന ലഹരി നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലഹരിയിലോട്ടും ഒരു കുഞ്ഞുങ്ങളും തിരിഞ്ഞു പോകില്ല. അത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഈ ഫോട്ടോഗ്രാഫ്സ് വാങ്ങി തിരുവനന്തപുരത്തുള്ള വളരെ ഫേമസ് ആയ ഒരു സൈക്കാട്രിസ്റ്റാണ് രവീന്ദ്രൻ സാർ എന്ന് പറയും. ഞാൻ പുള്ളി അടുത്ത് ചോദിച്ചു, എന്ത് സാറേ ഇങ്ങനെ ഇത്രയും പടങ്ങൾ എന്തിനാ? അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എൻ്റെ മേശപ്പുറത്തും എൻ്റെ ക്ലയൻസ് ഇരിക്കാൻ വരുന്ന ആ ഏരിയയിലുള്ള മേശപ്പുറത്തൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇട്ടയക്കും. അവർ ഈ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ ഒരു 10% ഒരു സമാധാനം വരും. വർഷങ്ങളോളം മനസ്സിൽ കിടക്കുന്ന ഒരു കോൺസെപ്റ്റുമാണ്. ഞാൻ അത് വെച്ചാണ് ഞാൻ അനന്തകൃഷ്ണൻ സാറ് എക്സൈസ് കമ്മീഷൻ ആയിരുന്ന സമയത്ത് ഞാൻ പ്രൊപ്പോസൽ കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അതിനുശേഷം ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പം 85ഓളം രാജ്യങ്ങളിൽ അന്ന് ഈ കോൺസെപ്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. ഫോറസ്റ്റ് തെറാപ്പി എന്നുള്ള ഇതിൽ, അതായത് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ സ്ട്രെസ്സും മറ്റുള്ളവരെയൊക്കെ അങ്ങനെയുള്ള കുട്ടികളെ അടക്കമുള്ള ആൾക്കാരെ ഈ ഇങ്ങനെയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കുകയും അവർക്ക് അവിടെ ഒരു ഗൈഡൻസും അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് റിലാക്സ്, അല്ല ഒരു വലിയ ക്ലാസ് കാര്യങ്ങളല്ല, അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മാനസികമായിട്ട് ഒരു വളരെയധികം റിലാക്സേഷൻ വരും. ഞാൻ ഈ എക്സിബിഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യങ്ങളൊന്ന്, ഇത് മുതിർന്നവരെ പഠിപ്പിക്കാൻ പറ്റില്ല. 90% മുതിർന്നവർക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ആർട്ട് ഗാലറികളിൽ എക്സിബിഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ വരുന്നവരെല്ലാം അത് വേറൊരു ടൈപ്പ് ആൾക്കാർ, അവർ വന്ന് കാണാൻ വേണ്ടി വരുന്നത്. നമുക്കിപ്പം മൊത്തത്തിലുള്ളൊരു പാഷനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കടുത്തൊരു പാട്ട് കേട്ടാലോ? ഏത് പാട്ടായിരിക്കും പറയാം? നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, സന്തോഷത്തോടെ ജീവിച്ച് തീർക്കേണ്ടതാണ്. നമ്മൾക്ക് പല ദുഃഖങ്ങളും നമ്മുടെ ലൈഫിനെ പറ്റിയുള്ള പല വേവലാതികളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു സങ്കടം നാരാസ് തോന്നാൻ പാടില്ല. അതെ, തുജ്സെ നാരാസ് നഹീ ജിന്ദഗി ഹൈരാൻ ഹൂ മൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണ്. ആ പാട്ട് നൽകുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഗുൽസാറിന്റെ വരികൾക്ക് തൊട്ടടുത്ത വരികളും വളരെ മനോഹരമാണ്. തേരി മാസൂം സവാലോं से परेशान हूँ मैं, ओ परेशान हूँ मैं. എപ്പോഴും കുട്ടിക്കാലത്തെ ചോദ്യങ്ങളാണല്ലോ, ആ ചോദ്യങ്ങളാണ് പുതിയ അർത്ഥങ്ങൾ തേടുന്നതും ഉത്തരങ്ങൾ തേടുന്നതും. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ചോദ്യങ്ങളെ അടിച്ചമർത്താനാണ്. അതെ, അപ്പോൾ കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കാലവും കൂടി സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും. ഗുൽസാറിന്റെ വരികളാണ്, ആർ ഡി ബർമന്റെ മ്യൂസിക്, പാടിയിരിക്കുന്നത് ദ വൺ ആൻഡ് ഓൺലി ലതാ മങ്കേഷ്കർ. അപ്പോൾ എന്തായാലും താങ്കളുടെ തൊടിയിലുള്ള കൃഷ്ണകിരീടത്തിൽ ഗരുഡശലഭങ്ങളും കൃഷ്ണശലഭങ്ങളും തെച്ചിയിൽ കൃഷ്ണശലഭങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും പറന്നു വരട്ടെ. അതെല്ലാം വളരെ മനോഹരമായുള്ള ചിത്രങ്ങളായി നമുക്ക് കാണാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബിജു കാരക്കോണം അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.